സ്റ്റാർട്ട്. സോ കേരളത്തിലൊരു സാധാരണ ഒരു കോളേജിൽ പഠനം സ്റ്റാർട്ട് ചെയ്തിട്ട് 7 സപ്ലിയോട് കൂടിയിട്ട് പഠനം കംപ്ലീറ്റ് ചെയ്ത് യാതൊരുവിധ ഐവി ലീഗ് കണക്ഷനും ഇല്ലാണ്ട് യാതൊരുവിധ ബാക്കിംഗ് ഒന്നും ഇല്ലാണ്ട് ഇപ്പം വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ലീഡിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PhD ചെയ്യുന്ന മുഹസിൻ ഗഫൂറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ മുഹസിൻ ക, നിങ്ങളെ പറ്റി ഞാൻ പറയുന്നതിനേക്കാളും ആധികാരികമായിട്ട് മുഹസിൻ ഗഫൂർ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. സോ ആരാണ് മുഹസിൻ ഗഫൂർ? അത് ഓക്കെ, പറഞ്ഞു കഴിഞ്ഞു. ആരാണ് മുഹസിൻ ഗഫൂർ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഞാനിപ്പോൾ ചെയ്തത് പറഞ്ഞ പോലെ കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റിയിൽ, സൗദിയിലെ കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PhD പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ എർത്ത് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ്. എൻ്റെ ബാച്ചിലേഴ്സ് തൃശ്ശൂർ ജില്ലയിലെ MES അസ്മാബി കോളേജിൽ നിന്നായിരുന്നു, BSc ഫിസിക്സ്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരത്തെ പറഞ്ഞ സപ്ലേക്ക് ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ മാസ്റ്റേഴ്സിന് UK പോകുന്നത്. UK യൂണിവേഴ്സിറ്റി ഓഫ് റെഡിങ്ങിൽ MSc അപ്ലൈഡ് മെറ്റീരിയോളജി ചെയ്തു. ഇപ്പോൾ PhD തുടങ്ങിയിട്ടൊരു വർഷം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. വീട് വാടാനപ്പള്ളി, തൃശ്ശൂർ ജില്ലയിൽ. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പം ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷനിലേക്ക് നോക്കിയത്? കാരണം പലർക്കും പല റീസൺ ആയിരിക്കും. ചിലരെങ്ങനെങ്കിലും നാട്ടിൽ നിന്നുള്ള ചുറ്റുപാടിൽ നിന്ന് കഴിച്ചിലായി പോയാൽ മതി എന്നുള്ള രീതിയിൽ പോകും. ചിലർ നല്ല ബെറ്റർ ഏർണിങ്, അല്ലെങ്കിൽ അവിടെ സെറ്റിലാവുക, അല്ലെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യുക. പലർക്കും പല റീസൺസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം അസ്മാബിയിൽ UG കഴിഞ്ഞിട്ട് പിന്നെ മാസ്റ്റേഴ്സ് UK പോകണം, അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ യൂണിവേഴ്സിറ്റി റാങ്കിങ് ഒക്കെ നോക്കിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പോകണം എന്നുള്ളൊരു തീരുമാനം എന്തുകൊണ്ടായിരുന്നു? ഈ ആലോചന, ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഇങ്ങനൊരു ഐഡിയ നമ്മൾ പേപ്പറിലൊക്കെ കാണുമല്ലോ ചെറുപ്പത്തിൽ, നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ. അപ്പോൾ അന്നോട്ടേ ഉണ്ട്. ഇപ്പോഴാണ് അത് കുറച്ചുകൂടി ട്രെൻഡായി വന്നാണെങ്കിലും അപ്പോഴേ മൈൻഡിലുണ്ട് പുറത്ത് പോകണം, ഇപ്പോൾ US പോയി പഠിക്കണം, അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ പോയി പഠിക്കണം, ഇതൊക്കെ ഇങ്ങനെ മൈൻഡിലുണ്ട്. ഓക്കെ, പക്ഷെ അതേ സമയത്ത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് സത്യത്തിൽ ഡിഗ്രി ചെയ്യുമ്പോഴും ആ ഒരു ആലോചന ഉണ്ടെങ്കിലും അത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഫീൽ ചെയ്തിരുന്നില്ല. ഓക്കെ, പക്ഷേ അതിന് ശേഷം ഡിഗ്രി കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് സമയം കൂടി എടുത്തു. ആ ഒരു സമയത്താണ് കുറച്ചും കൂടെ അതിനെ കണ്ടിന്യൂ ആണെങ്കിൽ ഞാൻ പുറത്ത് പോയി പഠിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. കുറച്ചധികം സമയം എടുത്തു. നേരത്തെ പറഞ്ഞ പോലെ 7 സപ്ലികളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡിഗ്രി കഴിയുമ്പോൾ ബാക്കി 4 ഉണ്ടായിരുന്നത്. അത് എഴുതിയെടുക്കുമ്പോൾ ഒരു 2 വർഷത്തോളം എടുത്തു. അത് 2017 കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 2019 എൻഡിലാണ് എൻ്റെ മൊത്തം പരിപാടി കഴിയേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ പിന്നെ യൂണിവേഴ്സിറ്റികളെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്സ് ആയിരുന്നു എൻ്റെ ബാച്ചിലേഴ്സ്. അപ്പോൾ അതിന് ശേഷം എനിക്ക് ആസ്ട്രോഫിസിക്സ് ഒക്കെ കുറച്ചും കൂടെ താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്ത് ഫിസിക്സിലെ കുറച്ചും കൂടെ അപ്ലിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ നാട്ടിൽ BSc ഫിസിക്സ് കഴിഞ്ഞാൽ നമുക്കുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. MSc ഇലക്ട്രോണിക്സ് ഉണ്ടാവും, MSc ഫിസിക്സ്, അല്ലെങ്കിൽ MSc ആസ്ട്രോഫിസിക്സ് പോലും വളരെ 1-2 യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ മൊത്തത്തിലുള്ളൂ, വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ. പക്ഷെ നമ്മൾ പിന്നെ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് അബ്രോഡ് നോക്കുമ്പോൾ ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്, കുറച്ചും കൂടി സ്പെസിഫിക് ആണ്. അപ്പം അങ്ങനെയാണ് ഒരു അറ്റ്മോസ്ഫിയറിക് ഫിസിക്സ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് സയൻസ് മെറ്റീരിയോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അതൊരു ഫിസിക്സിൻ്റെ അപ്ലിക്കേഷൻ ഉണ്ട്, ഒരു ജോഗ്രഫിയുടെ അപ്ലിക്കേഷൻ ഉണ്ട്, വെതറിനെ കുറിച്ചുള്ള. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് ഞാനത് ഫൈൻഡ് ഔട്ട് ചെയ്തു. അങ്ങനെ അതിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ വിചാരിക്കേണ്ടി ചെയ്തത്. ഇപ്പം UK അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുള്ള ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഒരു ലക്ഷറി അല്ലെങ്കിൽ ഒരു ലോട്ടറി ആയിട്ട് കാണുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു. എല്ലാവരും UK പോവുക, ഡിഗ്രി കഴിഞ്ഞ് ഇനി എന്താ ചെയ്യേണ്ടത്, UK പോവുക. അതിപ്പോൾ എവിടെ നിന്ന് പൈസ വാങ്ങിയിട്ടാണെങ്കിലും എവിടെ നിന്ന് ലോൺ എടുത്തിട്ടാണെങ്കിലും പോവും. അതിനൊരുപാട് കൺസൾട്ടൻസീസ്, ഡേ ബൈ ഡേ കൺസൾട്ടൻസീസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു UK ജേർണി അല്ലെങ്കിൽ UK പോവുക എന്നുള്ളത് ആ ഒരു UK തരംഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൊരു തോട്ടാണോ? എല്ലാവരും പോകണ്ടെന്നാ ഞാൻ പോവുക എന്നുള്ളൊരു രീതിയിൽ? അല്ല, അതിൽ നിന്നല്ല ഉണ്ടായിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അബ്രോഡ് എഡ്യൂക്കേഷന് നമുക്ക് കുറേ പൊലിവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അതിലൊന്ന് നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ചുകൊണ്ട് ഇവിടുത്തേക്കാൾ പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ഒരു ഇൻ്റർനാഷണൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ UK ലണ്ടനിലൊക്കെ പോകുമ്പോൾ ഒരു ലോകത്തിൻ്റെ പരിചയം എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ പിന്നെ രാജ്യങ്ങളിലെ ആളുകൾ ഉണ്ടാവുന്നു, നമുക്കൊരു എക്സ്പീരിയൻസ് കൊടുക്കുന്നു. രണ്ടാമത് നമുക്ക് പാർട്ട് ടൈം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് പഠനത്തോടൊപ്പം ഏൺ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഒരു പൊലിവായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ബെറ്റർ ലൈഫാണ് നമ്മൾ പൊതുവെ പറയുന്നൊരു വേർഡാണ് ബെറ്റർ ലൈഫ് എന്നുള്ളത്. ഓക്കെ, അത് സബ്ജക്റ്റീവാണ്. പക്ഷെ എന്നാലും വേറൊരു ലൈഫ് സ്റ്റൈലിലേക്ക്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ പുറത്തുള്ളൊരു ജീവിതം എന്നുള്ളൊരു പൊലിവായിട്ട് നിൽക്കുന്നൊരു ഇതിൽ നിന്നാണ് നമുക്ക് ആ ഒരു ആശ വരുന്നത്.
പിന്നെ അത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ അങ്ങോട്ട് പോകാം ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു, റിസർച്ച് ചെയ്യുന്നു. പിന്നെ അതിൽ നിന്ന് ആ ഒരു തരംഗത്തിൻ്റെ സമയത്തിൻ്റെ അതിൽ ഞാൻ പോണത്. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നില്ല ഒരു മോട്ടീവ്. കുറച്ചും കൂടി ഞാൻ തന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പോകണം എന്നുള്ളതിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളെ കുറിച്ചൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ ഏത് യൂണിവേഴ്സിറ്റി പോകണം, ഏത് സബ്ജക്റ്റ് എടുക്കണം എന്നൊക്കെ കുറച്ചുകൂടി തീരുമാനത്തിന് ശേഷമാണ് ഞാൻ പിന്നീട് അങ്ങനെ ഒരു അപ്ലിക്കേഷനിലേക്ക് പോകുന്നത്. ആ ഒരു തരംഗത്തിന് എത്രത്തോളം റിയാലിറ്റി ഉണ്ട്? ഇപ്പം അഡ്വർടൈസ്മെൻറ്റിലൊക്കെ നമ്മൾ കാണുന്നൊരു UK ഉണ്ട്, അവിടെ പോയാൽ മതി എല്ലാം സെറ്റിലായി, പിന്നെ നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പം ഫണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ആസ്പെക്റ്റുകൾ നമ്മൾ പോണതിന് മുന്നേ സോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ലോൺ ആണെങ്കിൽ ലോണ്, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ആണെങ്കിൽ. അപ്പം അവിടെ പോയിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞാനിവിടെ വരേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു എന്ന് തോന്നിയ മൊമെൻ്റ് ഉണ്ട്. അപ്പം ഫണ്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ അവിടെ പോയിട്ട് ബുദ്ധിമുട്ടായി പോയി എന്ന് തോന്നിയില്ല. അങ്ങനെ വരണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല എനിക്ക്. പക്ഷെ അങ്ങനെ തോന്നി ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അവിടെ പോയതിന് ശേഷം തന്നെ. കാരണം അവിടെ പോകുന്നതിനുള്ള ഈ ഒരു ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് UK യിലേക്കുള്ള ഒരു ഫീസ് വളരെ ഹൈ ആണ്. 15 മുതൽ 20-30 ലക്ഷം വരെയൊക്കെയാണ് ഫീസ് വരുന്നത്. പക്ഷെ അതിലുള്ളൊരു ആളുകൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് പോകാൻ തീരുമാനിക്കാനുള്ള കാരണം ഒന്ന്, നമുക്ക് പഠനത്തോടൊപ്പം ഏൺ ചെയ്യാം. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റേ ബാക്ക് ഉണ്ട് 2 വർഷത്തോളം. അപ്പോൾ ആ 2 വർഷം നമുക്ക് ഫുൾ ടൈം അവിടെ ജോബ് ചെയ്യാം. അപ്പോൾ അവിടുത്തെ പേയ്മെൻറ്റ് വളരെ ഹൈ ആണ്. ഇനിയിപ്പോൾ മാരേജ് കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ പാർട്ണറേയും കൊണ്ടുപോകാം, അവർക്കും ജോലി ചെയ്യാം ഫുൾ ടൈമായിട്ട്. ഇത് ഒരു വലിയൊരു അപ്പോൾ ഈ 2 വർഷത്തിനുള്ളിൽ മറ്റൊരു ജോബ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ അവിടെ ലൈഫ് സെറ്റിലാവാം. ഇതാണ് വലിയൊരു പിന്നെ ഈ പറഞ്ഞ പോലെ തരംഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് അതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ പോയിരുന്നതും ആ ഒരു ആ ഒരു എയിം വെച്ചുകൊണ്ടാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു തരംഗത്തിൽ മൂടിപ്പോയ മറ്റൊരു സംഗതിയാണ് അക്കാഡമിക്സിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാൻ, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവാൻ, ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ എക്സ്പെർട്ടൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അവസരം കൂടിയാണ് ഈ അബ്രോഡ് എഡ്യൂക്കേഷൻ ഉള്ളത്. പിന്നെ ഈ ഇന്ററപ്റ്റ് ചെയ്യില്ല, കൺസൾട്ടൻസീസ് പറഞ്ഞേക്കുമ്പം ഒരു സെറ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസിലേക്കാണ് അവർ പലപ്പോഴും നമ്മൾ പറഞ്ഞേക്കാറുള്ളത്. അതായത് അവർക്ക് നല്ല രീതിയിൽ പാർട്ട്നേർഡായിട്ട് അവർക്ക് ഫണ്ടിങ് പ്രോപ്പറായിട്ട് കിട്ടുന്ന രീതിയിലേക്കുള്ള യൂണിവേഴ്സിറ്റീസിലേക്ക് നമ്മൾ പറഞ്ഞേക്കുമ്പോൾ പലപ്പോഴും നമ്മളെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അധികം നമ്മളെ കരിയർ തീരുമാനിക്കുക ഏതെങ്കിലും ഒരു കൺസൾട്ടൻസിയിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് കൗൺസിലർ ആയിരിക്കും. ഇങ്ങനെ ഒരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടേ ഇല്ലാത്ത ഒരാളായിരിക്കും നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ലിസ്റ്റിൽ നിന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വലയത്തിൽ നിന്ന് പുറത്ത് കടന്ന് ഇപ്പം മുസിൻകക്ക് വേണ്ട കോഴ്സ് മുസിൻക തന്നെയാണ് ചൂസ് ചെയ്തത്. അപ്പം ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അതായത് ഫൈൻഡിങ് എ യൂണിവേഴ്സിറ്റി, ഫൈൻഡിങ് എ കോഴ്സ് എന്നുള്ള പ്രോസസ്സ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യനാണ്. കാരണം ഞാൻ ഇങ്ങനെ പോകുന്നതിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതെങ്ങനെയാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഒരുപാട് കൺസൾട്ടൻസികൾ ആ സമയത്ത് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ UK പോകാൻ നോക്കുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞു ഉണ്ട്. അപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റി ഇതൊക്കെ അയക്കും വാട്സപ്പിൽ വലിയൊരു. അപ്പോൾ ഏതാണ്ട് എല്ലാവരും അയക്കുന്ന ചില യൂണിവേഴ്സിറ്റികളുണ്ട്. അവിടെയൊക്കെ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ ഇഷ്ടംപോലെ പോകുന്ന യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ അവർ തന്നെ ഓരോ കൺസൾട്ടൻസി പറയുന്നുണ്ട്. നമ്മൾ പിന്നെ ഈ കഴിഞ്ഞൊരു വർഷം തന്നെ ഈ യൂണിവേഴ്സിറ്റിക്ക് ഇത്ര 300 സ്റ്റുഡൻസ് പോയിട്ടുണ്ട് നമ്മുടെ ഇവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യൂണിവേഴ്സിറ്റിയെ പരിചയപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ഞാൻ ആദ്യം അപ്ലൈ ചെയ്യുന്നത് 2020 ബിർക്ക്ബെക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിക്കാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലണ്ടനിൽ തന്നെയുള്ള ഒരു ഈവനിങ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അത് ആദ്യകാലത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് ലണ്ടനിലുള്ള പ്രൊഫഷണൽസിന് വേണ്ടി ഈവനിങ്ങിൽ പിന്നെ ഗ്രാജുവേഷൻ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ്റെ ഭാഗമാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. എന്ന് മാത്രമല്ല കൂടുതൽ പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പഠനത്തോടൊപ്പം തന്നെ കുറച്ചും കൂടെ അവരുമായിട്ടുള്ളൊരു എൻഗേജ്മെൻറ്റ്, ആ ഒരു നെറ്റ്വർക്കിങ്ങിലൊരു സാധ്യത കൂടുതലാണ്. നമുക്ക് രാവിലെ ഫ്രീ ആയതുകൊണ്ട് കൂടുതൽ നമുക്ക് ജോബ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ യൂണിവേഴ്സിറ്റി കണ്ടെത്തുന്നത്. അതിൽ ക്ലൈമറ്റ് ചേഞ്ച്, MSc ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു കോമ്പിനേഷൻ ഓഫ് സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് ആയിരുന്നു. അപ്പോൾ അതിലേക്കാണ് ഞാൻ അത് അപ്ലൈ ചെയ്യുന്നത്. അതൊരു ട്രൈ ആയിരുന്നു സത്യത്തിൽ. ഞാനിങ്ങനെ ഒന്ന് നോക്കി നോക്കാം എന്ന് വിചാരിച്ചിട്ട് അവസാനം, അതായത് August 31 ആയിരുന്നു എൻ്റെ ഡെഡ് ലൈൻ ലാസ്റ്റ് അപ്ലൈൻ്റെ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക്. ഞാൻ August 20 ശേഷം അപ്ലൈ ചെയ്യണത്. ഈ ഡെഡ് ലൈൻ കഴിയുന്നതിന് കുറച്ച് മുമ്പായിട്ട് വന്നു ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. കാരണം എൻ്റെ BSc സർട്ടിഫിക്കറ്റ് അത്ര നല്ല സ്കോറല്ല, നല്ല ഇയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, പേപ്പേഴ്സ് ബാക്ക് ഉണ്ടായിരുന്നു, അത് എഴുതിയെടുത്താണ്. അപ്പം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊരു റിയാലിറ്റിക്ക് എത്തുകയാണ്. പക്ഷെ ആക്സെപ്റ്റ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി 3 ദിവസം ഉള്ളൂ, നമുക്ക് ഒരിക്കലും ഫീസ് അടക്കാനോ അതിനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു ഓക്കെ നെക്സ്റ്റ് ഇൻടേക്കിലേക്ക് കുറച്ചും കൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് ഇതിൽ തന്നെ നോക്കാം
അങ്ങനെ വീണ്ടും എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ അതിൽ 2-3 യൂണിവേഴ്സിറ്റികളാണ് ഞാൻ മെയിനായിട്ട് നോക്കിയത്. ഒന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാം, വളരെ റിനൗണ്ട് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്, പക്ഷെ അവിടുത്തെ ഫീ 25 ലക്ഷമായിരുന്നു. അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് റെഡിങ്, ഞാൻ പോയ യൂണിവേഴ്സിറ്റി. അപ്പോൾ അതൊരു ട്രൈ ആയിരുന്നു സത്യത്തിൽ. കാരണം അറ്റ്മോസ്ഫിയറിക് സയൻസ് അല്ലെങ്കിൽ മെറ്റീരിയോളജി എന്ന് പറയുന്നൊരു സബ്ജക്റ്റിൽ വേൾഡിൽ 2ാം റാങ്കുള്ള യൂണിവേഴ്സിറ്റിയാണ് അന്ന് യൂണിവേഴ്സിറ്റി ഓഫ് റെഡിങ്. അന്ന് പറയാൻ കാരണം ഓരോ വർഷം ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. യൂണിവേഴ്സിറ്റി കൊളറാഡോ ബോൾഡർ എന്ന് പറയുന്ന US യൂണിവേഴ്സിറ്റിയാണ് ഫസ്റ്റ്. പിന്നെ UK മറ്റ് യൂണിവേഴ്സിറ്റികളൊന്നുമില്ല ആ ടോപ്പ് 10-ൽ. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ് വരുന്നുണ്ട്, ഓക്സ്ഫോർഡിൽ വരുന്നത് 15ാം റാങ്കൊക്കെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന യൂണിവേഴ്സിറ്റി ഓഫ് റെഡിങ്. അപ്പോൾ അവിടേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ട്രൈ ആയിരുന്നു. അങ്ങനെ അപ്ലൈ ചെയ്തു. അപ്പോഴും ഈ ഏജൻസികൾ പറയുന്നുണ്ട് ഇവിടെ ഒന്നും ആരും പോയിട്ടില്ല നമ്മളോട് നിന്ന്, നമ്മൾ ഇത്രയും സ്റ്റുഡൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അവിടെയൊക്കെ ആരും പോവോ? അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ കൺസൾട്ടൻസി നടത്തുന്നുണ്ട്. അപ്പോൾ അവൻ ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന അറിഞ്ഞപ്പോൾ അവനിങ്ങനെ കോൺടാക്ട് ചെയ്തു, എവിടേക്കാണ് അപ്ലൈ ചെയ്തത്? അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് റെഡിങ്. അളിയാ കേട്ടിട്ടും ഇല്ലല്ലോ യൂണിവേഴ്സിറ്റി, ഞാനൊരു 10-100 യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ ചെയ്യുന്നുണ്ട്, നിന്നെ ആരെങ്കിലും പറ്റിച്ചായിരിക്കും എന്നൊക്കെയാണ് എൻ്റെ റെസ്പോൺസ്. ഞാൻ പറഞ്ഞില്ല അത് സബ്ജക്റ്റിൽ ടോപ്പ് 2 ഒക്കെ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്, അതൊക്കെ ആയാലും മണ്ടത്തരായിരിക്കുന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ അപ്ലൈ ചെയ്തു. അതിൽ അവസാനം ഒരു ഓഫർ ലെറ്റർ അയച്ചു. ഓഫർ ലെറ്ററിൽ IELTS ഇത്ര വേണം എന്ന പിന്നെ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു. അപ്പോൾ അതിന് ശേഷം IELTSന് പോണത്. അപ്പം അങ്ങനെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ? ഇപ്പം IELTS ഒരു കിട്ടാക്കനിയായിട്ട് പലരും പറയാറുണ്ട്, കുറേ കഷ്ടപ്പെട്ട് കുറേ പൈസ പോയി കാര്യമൊന്നും ഉണ്ടായില്ല അങ്ങനെ പറയലുണ്ട്. അപ്പം നിങ്ങളൊരു IELTSൻ്റെ കോച്ചിങ് ആവശ്യമുണ്ടോ? ഇപ്പോൾ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ സൈറ്റിൽ നമുക്ക് ഒരുപാട് റിസോഴ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സിൻ്റെ അല്ലെങ്കിൽ കോച്ചിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? ഓക്കെ, IELTS ഞാൻ അത്ര ഒരു വലിയൊരു കാര്യമായിട്ട് വിചാരിച്ചിരുന്നില്ല. ഓക്കെ, പക്ഷേ UK-ക്കുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് അതാണ്. മിക്ക യൂണിവേഴ്സിറ്റികളും IELTS ഇല്ലാതെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഇംഗ്ലീഷാണ് നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. നമ്മൾ +2 ഒക്കെ പഠിക്കുന്ന ഇംഗ്ലീഷാണ്. +2-ൽ ഇത്ര മാർക്കിൽ കൂടുതൽ ഇംഗ്ലീഷിൽ സബ്ജക്റ്റിലുണ്ടെങ്കിൽ IELTS വേണ്ട എന്ന് വെക്കുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. പിന്നെ ഈ യൂണിവേഴ്സിറ്റി ഓഫ് റെഡിങ് ഇങ്ങനൊരു ഡിമാൻഡ് വെച്ചപ്പോൾ ആണ് ഞാൻ IELTSന് വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരുള്ളൊരു റിനൗണ്ട് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അപ്പോൾ അവർ ചോദിച്ചു എവിടെയാണ് പഠിച്ചത്? അപ്പോൾ MES അസ്മാവി കോളേജ്. അതിന് മുമ്പ് എവിടെയാണ് പഠിച്ചത്? അപ്പോൾ ഞാൻ സാധാരണ നാട്ടിൻപുറത്ത് LP സ്കൂള്, അത് കഴിഞ്ഞിട്ട് UP സ്കൂള്, ഹൈസ്കൂൾ അങ്ങനെ പഠിച്ച ഒരാളാണ്. അപ്പോൾ 2 മാസമെങ്കിലും വേണ്ടി വരും ഈ പറയുന്ന ഒരു 6.5 ആണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു അവർ ക്രൈറ്റീരിയ പറഞ്ഞത് അത് എത്താൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫുൾ ടൈം വരാം, പക്ഷെ എനിക്ക് 2 മാസം സമയമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല, എന്തായാലും അത് വേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ അവിടെ നിന്നാലും പഠിക്കാൻ പോകണില്ല. അപ്പോൾ ഞാൻ അങ്ങനെ എറണാകുളത്ത് പോയി അവിടെ റൂം എടുക്കാമെന്ന് വിചാരിച്ചു IELTS പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവിടെ ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. പക്ഷെ ഞാൻ അവിടെ പോയി ഫസ്റ്റ് തന്നെ അവർ ട്രയൽ ആയിട്ട് പിന്നെ നമ്മളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ്, സ്പീക്കിംഗ്. അപ്പോൾ ആദ്യത്തെ ട്രയൽ തന്നെ 6 പോയിന്റിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി കോൺഫിഡൻസ് ആയി. പിന്നെ ആകെ ഒരു 2 ആഴ്ചയാണ് കഷ്ടി അവിടെ നിന്നിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഡേറ്റ് എടുത്തു, IELTS അപ്പിയർ ചെയ്തു, അത് 7 അതിലേക്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ അത്ര വലിയൊരു കടമ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. 2 മാസം എന്ന് പറഞ്ഞത് 2 വീക്ക് കൊണ്ട് തന്നെ 2 വീക്ക് കൊണ്ട് തന്നെ കഴിഞ്ഞു. അതിൽ തന്നെ അവിടെ പോയിട്ട് നമുക്ക് ചെയ്യുന്നത് നമ്മൾ യൂട്യൂബിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ലിസണിങ് ആയാലും റീഡിങ് ആയാലും നമുക്ക് തന്നെ അനാലിസിസ് ചെയ്യാം നമ്മൾ എത്രത്തോളം റൈറ്റ് ആണെന്നുള്ളത്. പിന്നെ സ്പീക്കിങ്ങിനും അതുപോലെ റൈറ്റിങ്ങിനും നമുക്ക് മറ്റൊരാളുടെ സഹായം ചിലപ്പോൾ വേണ്ടി വരും. കാരണം നമ്മൾ റൈറ്റ് ചെയ്ത സാധനം അത് ഇവാലുവേറ്റ് ചെയ്യാൻ ഒരാൾ വേണ്ടി വരും. സ്പീക്കിങ്ങിനപ്പുറത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ആൾ വേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഹെൽപ്പ് വേണ്ടി വരാം. അപ്പോൾ കുറേയൊക്കെ ഇതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ നമുക്ക് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടാൽ മതി. പക്ഷെ കുറച്ച് ആളൊരു കോച്ചിങ്ങിനോട് ചിലപ്പോൾ നന്നായിരിക്കും ഈ സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും പ്രത്യേകിച്ച് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പം UK ജേർണി പറഞ്ഞു. യുകെയിൽ പോയിട്ട് ഒരു കൾച്ചറൽ ഷോക്ക് അല്ലെങ്കിൽ ഇതാണ് ഞാൻ എപ്പോഴും UK-നെ പറ്റി ആലോചിക്കാമെന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു മെമ്മറീസ് ഉണ്ടായിട്ടുണ്ടോ? അല്ല എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ആവാം. അങ്ങനെ ഞാനൊരു ഇൻസിഡൻറ്റിനപ്പുറത്തേക്ക് എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ക്യാച്ച് ചെയ്യുന്നില്ല, പെട്ടെന്ന് ഓർമ്മയില്ല. പക്ഷേ UK നോക്കുകയാണെങ്കിൽ ഞാൻ പോയൊരു യൂണിവേഴ്സിറ്റി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മലയാളികളൊന്നും ഇല്ലാത്തൊരു സ്ഥലവും, അതുപോലെ തന്നെ എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിച്ച കോഴ്സിൽ ആകെ 3 ഇന്ത്യൻസ് ഉണ്ടായിരുന്നത്. ഞാനല്ലാതൊരു മലയാളി പെൺകുട്ടി ഉണ്ടായിരുന്നു, പിന്നെ ഒരു മഹാരാഷ്ട്രക്കാരനൊരു അങ്കിത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഒരു 1/3 ചൈനീസ് ആയിരുന്നു, 1/3 ബ്രിട്ടീഷ് ആളുകളായിരുന്നു, പിന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നുള്ള ആളുകൾ. അപ്പോൾ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
പിന്നെ നമ്മൾ എൻഗേജ് ചെയ്യുന്ന ആളുകളൊക്കെ പല രാജ്യത്തു നിന്നുള്ള ആളുകളും അങ്ങനെയൊക്കെയാണ്. അവിടെ ഒരുപാട് മലയാളികൾ ഇല്ലാത്ത ഒരു സൊസൈറ്റി, അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു മൾട്ടി കൾച്ചറൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഒരു വർഷം അന്നത്തെ പെരുന്നാൾ അല്ലെങ്കിൽ അതൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. അവിടെ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തതിൽ നിന്നപ്പുറത്തേക്ക് പെരുന്നാൾ ഞാൻ പ്രത്യേകം കാരണം അവരൊക്കെ ഓരോ രാജ്യക്കാരും അവരുടെ അറ്റയറിലേക്ക് വന്നിട്ട് ഭയങ്കര രസമായിട്ടുള്ളൊരു അങ്ങനത്തെ എക്സ്പീരിയൻസ് നൽകിയിട്ടുള്ളൊരു സംഗതിയായിരുന്നു അത്. എനിക്കാണ് ഈ UK പോകുന്ന കുറേ സ്റ്റുഡൻസിന് മിസ്സാവുന്ന ഒരു സംഗതിയാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഏജൻസികൾ വിടുന്ന യൂണിവേഴ്സിറ്റികൾ പോയി കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ വലിയൊരു വിഭാഗം മലയാളികളാണ്. എവിടെ തിരിഞ്ഞാലും മലയാളം കേൾക്കുന്നത് ചിലപ്പോൾ നമ്മൾ റീലിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇവിടെ എത്തിയപ്പോൾ ഫുൾ മലയാളം. പക്ഷെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല എനിക്കുണ്ടായിരുന്നത്. അത് ഇങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റി പോയതുകൊണ്ട് ആണ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് അപ്ലിക്കേഷൻ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് എന്തായാലും നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ആ യൂണിവേഴ്സിറ്റി ഓഫ് റെഡിങ്ങിൽ ഈ കോഴ്സിന് പോയതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ കൗസിൽ PhDക്ക് കയറാൻ പറ്റിയതും അല്ലെങ്കിൽ അങ്ങനെ ആ രൂപത്തിൽ അക്കാഡമിക്കലി കുറച്ചും കൂടെ നല്ല രൂപത്തിലേക്ക് പോകാൻ പറ്റിയത്. മറിച്ച് ഏതെങ്കിലും ഒരു കോഴ്സിന് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സമയത്ത് കുറച്ച് ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കി പിന്നീട് എങ്ങനെയെങ്കിലുമൊക്കെ സ്ട്രഗിൾ ചെയ്ത് അവിടെ നിൽക്കാനുള്ള എന്തെങ്കിലും മാർഗം നോക്കുകയോ അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചുവരൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നാനെ. അപ്പോൾ സെൽഫ് റിസർച്ച് ചെയ്യുക, നമുക്ക് ഏറ്റവും പറ്റിയ കോഴ്സും നമ്മൾ യൂണിവേഴ്സിറ്റിയും നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുക, ഏജൻസി തിരഞ്ഞെടുക്കാതെ എന്നുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഗതിയാണ്. ഇപ്പം കൗസ്റ്റിനെ മെൻഷൻ ചെയ്തു. അപ്പോൾ UK മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാൾ PhDക്ക് ഓപ്പർച്യൂണിറ്റീസ് നോക്കുമ്പോൾ അധികം പ്രിഫർ ചെയ്യുക UK, US അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസാണ്. അപ്പോൾ UK മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് GCCയിലേക്ക് ഉള്ള ആ ഒരു ട്രാൻസിഷൻ എന്തുകൊണ്ടായിരുന്നു? അല്ലെങ്കിൽ വേറെ യൂറോപ്യൻ കൺട്രീസ് ഒന്നും പ്രിഫർ ചെയ്യാണ്ട് സൗദിയിലേക്ക് വരാനുള്ളൊരു കാരണം എന്തായിരുന്നു? നല്ല ചോദ്യം. ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ചോദ്യമാണ്, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ഞാൻ UK കഴിഞ്ഞിട്ട് ഒരിക്കലും GCC പ്രിഫർ ചെയ്തതല്ല. ഞാനും മൈൻഡിൽ സ്വാഭാവികമായിട്ട് US-ഉം യൂറോപ്പൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വർഷം പിന്നെ PhD അപ്ലിക്കേഷനൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തിരുന്നു. ഞാൻ ആ സമയത്ത് ഒരു സ്കൂളിൽ ടീച്ചിങ്ങും അങ്ങനെ ഒരു ജോബൊക്കെ ചെയ്ത് അപ്പോൾ അപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് യൂറോപ്പിലുള്ള ചില യൂണിവേഴ്സിറ്റികൾ, US-ലെ ചില യൂണിവേഴ്സിറ്റികൾ, UK-ലെ ചില യൂണിവേഴ്സിറ്റികളൊക്കെ അപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൗസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എൻ്റെ ഒരു ബന്ധം കൂടിയായിട്ടുള്ള ഡോക്ടർ ഷഫീഖ് തേപ്രമ്പിൽ, അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, ന്യൂറോ സയൻസിലാണ് ഇപ്പോൾ ഒരു റിസർച്ച്. അപ്പോൾ അദ്ദേഹം ഈ കൗസ്റ്റിൽ ഒരു കോൺഫറൻസിന് വന്നിട്ട് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് പറയണ്ടായി. കാരണം യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ എന്ന് പറഞ്ഞ ഒരുപാട് നോബൽ പ്രൈസ് വിന്നേഴ്സൊക്കെ ഉള്ള വളരെ റിനൗണ്ട് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ അവിടെ ഇല്ലാത്ത റിസർച്ച് ഫെസിലിറ്റി, ഫണ്ടിങ് അല്ലെങ്കിൽ എല്ലാം കൊണ്ടും വളരെ പിന്നെ ഇമ്പ്രസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് എൻ്റെ പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് റെഡിങ്ങിൻ്റെ മെയിൽ ലിസ്റ്റിൽ ഈ കൗസ്റ്റിലൊരു ഓപ്പണിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടത്. അപ്പോൾ അങ്ങനെ നേരെ ഞാൻ ആ പ്രൊഫസറെ മെയിൽ അയച്ചു, എൻ്റെ CV കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി പ്രൊഫസർ ഒരു പിന്നെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ആളൊരു നെതർലൻഡ്സുകാരനായിട്ടുള്ള പ്രൊഫസറാണ്, പ്രൊഫസർ ഹിൽക്കെ ബെക്ക് എന്നാളുടെ പേര്. അങ്ങനെ ആ ഇൻ്റർവ്യൂവിന് ശേഷം അങ്ങനെയായിരുന്നു ആ PhDയിലേക്ക് എത്തിപ്പെട്ടത്. അപ്പം ഞാനും പ്രിഫർ ചെയ്തതല്ല. പക്ഷെ അതേ സമയത്ത് കൗസിൽ എത്തിയതിന് ശേഷം ഓക്കെ അത് എന്തുകൊണ്ടും ഏറ്റവും മികച്ചൊരു ചോയ്സ് ആണെന്നുള്ളൊരു ബോധ്യം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂറോപ്പ് US എന്നുള്ള ആ ഒരു പൊലിവിൽ നമ്മൾ കുറേ യൂണിവേഴ്സിറ്റീസ് മിസ് ചെയ്യാറുണ്ട്. ഇപ്പം GCC കൺട്രീസിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് ഉള്ള റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ അത് ബാക്കിയുള്ളതിൻ്റെ മറവിൽ അത് മറന്നു പോകാറുണ്ട്, അപ്ലൈ ചെയ്യാനൊക്കെ വിട്ടു പോകാറുണ്ട്. അപ്പം നിങ്ങൾ പറഞ്ഞു 1 ഇയർ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ആ ഒരു PhD അപ്ലിക്കേഷൻ സ്റ്റേജ് എങ്ങനെയായിരുന്നു? ഒരു 1 ഇയർ പ്രിപ്പറേഷൻ സ്റ്റേജ് എങ്ങനെയായിരുന്നു? സത്യത്തിൽ ഈ 1 ഇയറിൻ്റെ ആവശ്യമില്ല. 1 ഇയറിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇത്രയും ബ്രേക്ക് അക്കാഡമിക്സിൻ്റെ വലിയൊരു ബ്രേക്ക് ആയിട്ടാണ് മാസ്റ്റേഴ്സിന് എത്തുന്നത്. അപ്പോൾ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ UK-ലെ മാസ്റ്റേഴ്സ് 1 ഇയർ ഉള്ളൂ. വളരെ എന്നാൽ 2 ഇയർ മാസ്റ്റേഴ്സിനേക്കാൾ വളരെ റിച്ച് ആണ്. അതെ. അപ്പോൾ അത്രയും കോഴ്സസ് കവർ ചെയ്യാനുണ്ട്, ഡിസർട്ടേഷൻ കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ അതിന് ശേഷമുള്ളതിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്യാൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. കാരണം അത്രയും ഹെക്റ്റിക് ആയിരുന്നു ആ ഒരു 1 ഇയർ അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഏറ്റവും ഐഡിയൽ എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ്. മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പിന്നെ ബ്രിട്ടീഷുകാരായിട്ടുള്ള മറ്റ് സ്റ്റുഡൻസ് ഒരു 1/3 അവർ ആ ഒരു സമയത്ത് തന്നെ അപ്ലിക്കേഷൻ ചെയ്യും. അവർ കോഴ്സ് കഴിയുമ്പോൾ തന്നെ അടുത്തൊരു ജോബിലേക്ക് എൻറോൾ ആവുകയും ചെയ്തിരുന്നു. അവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ്, പ്രത്യേകിച്ച് UK സിറ്റിസൺ ആയതുകൊണ്ട്. ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ്
നെക്സ്റ്റ് അപ്ലിക്കേഷൻ തുടങ്ങണത്. അപ്പോൾ അത് എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ലാഗാണ്. സ്വാഭാവികമായിട്ട് എല്ലായിടത്തും തുടങ്ങിയിട്ടുണ്ടാവും, നമ്മൾ കുറച്ച് ലേറ്റാണ്. പിന്നെ അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ 1-to-1 നമ്മൾ പ്രൊഫസറായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ ലിങ്ക്ഡിൻ, അതുപോലെ അതെ ലിങ്ക്ഡിൻ, അതുപോലെ ചില വെബ്സൈറ്റുകളുണ്ട് PhD പബ്ലിഷ് ചെയ്യുന്നത്, അതുപോലെ ട്വിറ്റർ, ഇപ്പോൾ എക്സ്, ഇതിലൊക്കെ പ്രൊഫസർമാർ ഇതുപോലെ അഡ്വർടൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ഓരോ സബ്ജക്റ്റ് വൈസ്, ഇപ്പോൾ എൻ്റെ മെറ്റീരിയോളജിയിൽ അങ്ങനെ ഒരു മെറ്റീരിയോളജി മെയിൽ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്ന് ഒരു മെയിൽ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഇത്തരം PhD ഓപ്പണിങ്സ് ഒക്കെ അഡ്വർടൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് അപ്ലൈ ചെയ്യാറുള്ളത്. ബൈ ദ എൻഡ് അവസാനം കൗസിലേക്ക് ഞാനങ്ങനെ ഒരുപാട് അപ്ലിക്കേഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അടുത്ത് നമ്മുടെ മലയാളിയായിട്ട് നമ്മളൊരു സുഹൃത്ത് കൗസിൽ എൻറോൾ ചെയ്തത്, അവൻ പറഞ്ഞത് 500 അപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. 500 അപ്ലിക്കേഷൻ ചെയ്തതിൽ നിന്നാണ്, പക്ഷേ അറ്റ് എൻഡ് ഇറ്റ് വർത്ത് ഇറ്റ്, റൈറ്റ്? നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് മുമ്പ് എത്ര അപ്ലൈ ചെയ്തു എന്നുള്ളത് കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവന് അവസാനം ഓസ്ട്രേലിയ യൂണിവേഴ്സിറ്റിയിലും കൗസിലും കിട്ടി, അവസാനം കൗസിലേക്ക് വരികയാണ് ചെയ്തത്. എനിക്ക് അത്രയും ചെയ്യേണ്ടി വന്നിട്ടില്ല, പക്ഷേ സ്റ്റിൽ നമ്മളൊരു കുറച്ച് അതിന് വേണ്ടിയിട്ട് എയിം ചെയ്ത് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് കൗസ്റ്റിൽ PhD ചെയ്യണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, പ്രധാനമായിട്ട് പൊതുവെ കൗസ്റ്റ് എന്നുള്ള വിട്ട് കഴിഞ്ഞാൽ പൊതുവെ PhDക്ക് 2 തരത്തിൽ അപ്ലൈ ചെയ്യാം ജനറലി. ഓക്കെ, അതിൽ ചിലപ്പോൾ നമ്മൾ റിസർച്ച് പ്രൊപ്പോസൽ വെച്ചിട്ട് നമ്മൾ അതിനെ ഒരു ഡിസൈൻ ചെയ്തൊരു പിന്നെ റിസർച്ച് ടോപ്പിക് ഉണ്ടാവും, നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തൊരു മെത്തഡോളജി ഉണ്ടാവും. അങ്ങനെ ഒരു പ്രൊപ്പോസലൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതല്ലാതെ അഡ്വർടൈസ് ചെയ്യുന്ന PhD പൊസിഷൻസ് ഉണ്ടായിരിക്കും, പ്രൊജക്ട്സ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഓൺഗോയിങ് പ്രൊജക്റ്റ് ആയിരിക്കും, നമ്മൾ അതിൻ്റെ ഒരു പാർട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക. പിന്നെ കൗസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ റിസർച്ച് ടേസ്റ്റ്, നമ്മുടെ റിസർച്ച് എക്സ്പീരിയൻസ് ഇതിനൊക്കെ അലൈൻ ചെയ്യുന്ന ഒരു ഫാക്കൽറ്റിനെ കണ്ടുപിടിക്കാൻ എന്നുള്ളത്. നമ്മൾ സൂപ്പർവൈസർ കണ്ടുപിടിക്കലാണ് അതിൽ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ അതിന് കൗസിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഓരോ ഫാക്കൽറ്റിയെ കുറിച്ച്, അവർ ചെയ്ത റിസർച്ചിനെ കുറിച്ച്, അവരുടെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഏരിയയെ കുറിച്ചിട്ടൊക്കെ ഉള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ചില ആളുകൾ അവരുടെ പേഴ്സണൽ പ്രൊഫൈലിലൊക്കെ ചിലപ്പോൾ അഡ്വർടൈസ് ചെയ്യും, നമുക്കിന്ന സബ്ജക്റ്റ് ചെയ്യാൻ പിന്നെ PhD പൊസിഷൻ ഓപ്പണിംഗ് ആണ്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിന് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാവുക, ആ ലിസ്റ്റിൽ പ്രൊഫസർമാർ ഒരുപാട് ആളുകളല്ല, പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ മാച്ച് ചെയ്യാൻ പറ്റിയ പ്രൊഫസർ നമ്മൾ സെലക്ട് ചെയ്യുക, അവരെ അപ്രോച്ച് ചെയ്യുക. നമ്മുടെ CV വെച്ചിട്ട് നമ്മുടെ റിസർച്ച് എക്സ്പീരിയൻസ്, നമ്മുടെ എന്തൂസിയാസം, കുറച്ചുകൂടി എനിക്കൊരു സ്കില്ലിന് നമുക്ക് ഇത്ര മാർക്ക് ഉണ്ട് എന്നുള്ളതിനേക്കാളപ്പുറത്തേക്ക് നമുക്ക് ആ റിസർച്ചിനോട് എത്രത്തോളം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള പ്രൊഫസർമാർ പൊതുവെ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ഇപ്പം PhDക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, PhDക്ക് എന്നല്ല, നമ്മൾ മാസ്റ്റേഴ്സിനൊക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു A ഗ്രേഡ് ഉള്ളവർക്ക് അല്ലെങ്കിൽ നല്ല CGPA ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന് പൊതുവേ ഒരു ധാരണയുണ്ട്. അപ്പം അതിൽ എത്രത്തോളം സത്യമുണ്ട്? അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു 7 സപ്ലി ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പം സപ്ലിനെ പ്രൊമോട്ട് ചെയ്യാൻ, ഇപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഇപ്പം ഒരു സപ്ലി ഒക്കെ ഉണ്ടാകുമ്പോൾ ഫുള്ള് ഡിസപ്പോയിന്റഡ് ആയി, ഇനിയിപ്പോൾ ഞാൻ പുറത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരടുത്തൊക്കെ എന്താ പറയാനുള്ളത്? അല്ല, ചില സ്ഥലങ്ങളിൽ, ചില യൂണിവേഴ്സിറ്റികളിൽ ആ ഒരു ക്രൈറ്റീരിയ വെക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ സമയത്ത് അതൊരു ഡെഡ് എൻഡ് അല്ല. ഓക്കെ, എക്സാമ്പിളാണ് ഞാൻ. ഓക്കെ, ഇത്രയും സപ്ലി ഉണ്ടായിരുന്നു, ഇയർ ബാക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞാൽ വേൾഡിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി, ആ സബ്ജക്റ്റ് പഠിക്കാൻ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെ അതിലൊരു ഓക്കെ. അപ്പോൾ അതുകൊണ്ട് വേറെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് വാതിലുകൾ നമുക്ക് മുമ്പിൽ ഓപ്പൺ ചെയ്യപ്പെടാനായിട്ടുണ്ട്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് മുട്ട വീണ് തുറക്കപ്പെടും. അതെ. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാസ്റ്റേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഗ്രേഡിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു കട്ട് ഓഫ് വെച്ചിട്ടുണ്ടാവും. ആ കട്ട് ഓഫിന് മേലുണ്ടെങ്കിൽ SOP എന്ന് പറയുന്ന സംഗതി, നമ്മൾ എന്താണ് നമ്മളതുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് നമ്മളതിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ക്വസ്റ്റ്യൻ ആരും നമുക്ക് തരില്ല, പക്ഷെ നമ്മൾ SOPയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വൈ ഐ ആം ഡൂയിങ് ദിസ് കോഴ്സ്, ആ കോഴ്സ് എന്തുകൊണ്ട്, അല്ലെങ്കിൽ അതുപോലെ വൈ ദിസ് യൂണിവേഴ്സിറ്റി, എന്തുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഞാൻ UK വൈ UK, ഇതിനൊക്കെയുള്ളൊരു ആൻസർ അതിൽ കാണിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ആ സബ്ജക്റ്റിനോടുള്ള എന്തൂസിയാസം, നമ്മൾ എത്രത്തോളം അതിൽ ജെന്യുവിനാണ്, പിന്നെ അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഫ്യൂച്ചറിന് ഈ കോഴ്സ് എത്രത്തോളം ബെനിഫിഷ്യലാവും, അത് സൊസൈറ്റിക്കോ അല്ലെങ്കിൽ നമ്മൾ വരുന്ന കൺട്രിക്കോ എത്രത്തോളം ബെനിഫിഷ്യലാവും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ
SOP ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ടാവും? SOP എന്നുള്ളത് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് ചോദിക്കാൻ വെച്ചൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ മാസ്റ്റേഴ്സിന് ഈ പറഞ്ഞ പോലെ കൺസൾട്ടൻസി ത്രൂ അപ്ലൈ ചെയ്യുമ്പം അവർ പലപ്പോഴും സെയിം SOP പേര് മാത്രം മാറ്റിയിട്ട് ഫോർവേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനൊരു കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പേര് മാറിപ്പോയി എന്നുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അതായത് ആകെ പേര് മാത്രമാണ് അവർ മാറ്റുന്നത്. അത് മിസ്റ്റേക്ക് വന്നതുകൊണ്ട് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയ കേസൊക്കെ ഉണ്ട്. അപ്പം SOP എന്നുള്ളത് പല ആപ്ലിക്കേഷനിലും ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഇപ്പോൾ ഞാൻ ഇന്നൊരു സമ്മർ സ്കൂൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവിടെ വളരെ സബ്ജക്റ്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിലൊരാളായിട്ട് കോൺവെർസേഷൻ ഉണ്ടായപ്പം മൂപ്പര് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വർക്ക് എക്സ് ഉണ്ട്. ഇപ്പം ഇന്ത്യയിലെടുത്ത് നോക്കുകയാണെങ്കിൽ Big 4 മൂപ്പര് വർക്ക് ചെയ്തിട്ടുണ്ട്. UK, USA, യൂറോപ്പിലൊക്കെ മൂപ്പര് കൺസൾട്ട് ചെയ്ത ക്ലയൻസ് ഉണ്ട്. ആള് എറാസ്മസിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ അത് റിജക്റ്റായി. അപ്പം ആളുടെ ഒരു CV കണ്ടിട്ട്, ആളുടെ ഒരു പ്രൊഫൈൽ കണ്ടിട്ട് എനിക്ക് ഉറപ്പാണ് എറാസ്മസിന് പറ്റിയൊരു പ്രൊഫൈലാണത്. കാരണം അതിൽ നമുക്ക് വേറൊരു നെഗറ്റീവ് പോയിന്റ് കാണാൻ പറ്റില്ല. അപ്പോൾ ആൾക്കത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതിലേറ്റവും ക്രൂഷ്യലായിട്ടുള്ളത് ആളുടെ SOP ആണ്. കാരണം നമ്മൾ ഇപ്പം ഞാൻ 5 കൊല്ലം വർക്ക് ചെയ്തു എന്ന് പറയുന്നതിനേക്കാളും ഞാൻ 5 കൊല്ലം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇന്ന കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നതും രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പം SOP എത്രത്തോളം ക്രൂഷ്യലാണ്, ഇപ്പം മാസ്റ്റേഴ്സ് ആവട്ടെ PhD ആവട്ടെ, അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും. ഞാൻ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ UK അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാനൊരു കൺസൾട്ടൻസി വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ കൺസൾട്ടൻസി വഴിയല്ല ഞാൻ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ റിസർച്ച് നടത്തുന്നത്. ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യണമെന്ന് തീരുമാനിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ പണികളിൽ ഇനി എൻ്റേതായിട്ട് മിസ്റ്റേക്ക് ഒന്നും വരണ്ട. പ്രത്യേകിച്ച് UK കൺസൾട്ടൻസികളാണെങ്കിൽ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്, വേറെ പൈസ ഒന്നും അവർക്ക് അടക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെയാണ് ചെയ്തത്. പക്ഷേ അതേ സമയത്ത് എല്ലാ ഡോക്യുമെൻറ്റ്സും അതുപോലെ യൂണിവേഴ്സിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പരമാവധി അവർ പിന്തിരിപ്പിക്കാൻ നോക്കിയാൽ അവർ വേറെ കുറേ യൂണിവേഴ്സിറ്റികൾ ലിസ്റ്റ് ആയിക്കൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ SOP, അവർ പറഞ്ഞ SOP ഞങ്ങളതിനെ പ്രിപ്പയർ ചെയ്യാം. ഞാൻ പറഞ്ഞു എൻ്റെ SOP നിങ്ങളെങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഓക്കെ, എനിക്ക് ഈ കോഴ്സ് എടുക്കാൻ എൻ്റെതായ കാരണങ്ങളുണ്ട്. അപ്പോൾ ഞാനത് വെച്ചിട്ട് ഉണ്ടാക്കി. അത് വായിച്ചു നോക്കിയിട്ട് ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞു ഇത് ഗൂഗിളിൽ നിന്ന് എടുത്തതല്ലേ, നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായിരുന്നു. പക്ഷേ ഞാൻ സ്വയം എഴുതിയൊരു SOP ആണ്, എൻ്റെ പേഴ്സണൽ SOP ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ആ അഡ്മിഷനിൽ അത് വളരെ ക്രൂഷ്യൽ റോള് വഹിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം എൻ്റെ അക്കാഡമിക് ഇതിലൊരിക്കലും എന്തില്ല, അത്ര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സംഗതി ഇല്ല. പിന്നെ അത് മാത്രമാണ് ഉണ്ടാവുക. രണ്ടാമത്തെ ഒരു സംഗതി, ഇനി PhDക്ക് ആണെങ്കിൽ SOP എന്ന് പറഞ്ഞൊരു സംഗതി ആയിരിക്കില്ല. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ ഒരു എന്തൂസിയാസം, നമ്മൾ എത്രത്തോളം പിന്നെ അതിൽ നമുക്ക് എത്രത്തോളം ആ ഒരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു പാഷനുണ്ട് ആ ഒരു സബ്ജക്റ്റിൽ, റിസർച്ചിനോട് എന്നുള്ള സംഗതിയിലൊക്കെയാണ് വളരെ കാര്യമായിട്ട് നോക്കുന്നത്. അതെനിക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന പ്രൊഫസറായിട്ടുള്ള ഫസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ടോക്കിൽ തന്നെ ആൾ നമ്മുടെ ഗ്രേഡ്സിനെ കുറിച്ചൊന്നും ഒട്ടും ബോധമില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്, ഓക്കെ, ആ ഒരു താല്പര്യം നമ്മളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് ആൾക്ക് കുറച്ചും കൂടെ താല്പര്യം എനിക്ക് തോന്നിയത്. അത് പൊതുവെ എല്ലാവരും പറയാറുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു റിലേറ്റീവ് എന്ന് പറഞ്ഞല്ലോ, എന്നെ കൗൺസിലേക്ക് എത്തിച്ച ആ പുള്ളി എന്നെ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു ഗ്രേഡിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് ആണ് എപ്പോഴും വേണ്ടത്. അപ്പോൾ കൂടുതൽ പ്രൊഫസർമാരും അതാണ് നോക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനമാണ്. ഇപ്പോൾ SOPൻ്റെ കേസിൽ വേറൊരു കാര്യം, ഇപ്പം നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഓൾറെഡി സ്കോളർഷിപ്പൊക്കെ വാങ്ങിയിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു പ്രൂഫ് റീഡിങ് അല്ലെങ്കിൽ അവരുടെ ഒരു റിവ്യൂ കിട്ടിയാൽ അത് വളരെ ഹെൽപ്ഫുൾ ആവും. കാരണം ഇപ്പം ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ടൈമിൽ ഒരുപാട് പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു ഞാനത് അപ്ലൈ ചെയ്ത് എന്തായാലും എനിക്ക് കിട്ടും, കാരണം എൻ്റെ പ്രൊഫൈൽ അത്ര അടിപൊളിയാണ്, ഞാൻ എഴുതിയതൊക്കെ അത്രയും അടിപൊളിയാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ അന്ന് റിജക്ഷൻ വന്ന ടൈമിൽ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ്, ഇതിൽ ഞാനിനി എന്താ ഇമ്പ്രൂവ് ചെയ്യുക അറിയാത്ത പ്രശ്നങ്ങളൊക്കെ. ഇന്ന് ഞാൻ ആ SOP എടുത്ത് വായിച്ചാൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നും. കാരണം ഞാൻ എന്ത് കണ്ടിട്ടാണ്, അതും അയച്ചിട്ടുള്ളത് ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്, കാംബ്രിഡ്ജിലേക്കും പിന്നെ അതുപോലെ ഓക്സ്ഫോർഡിലേക്കൊക്കെ. അപ്പം ഞാൻ എന്ത് കണ്ടിട്ടാണ് അവർക്കത് അയച്ചത് എന്നുള്ളൊരു, അതായത് നമ്മൾ ഒരുപാട് അതിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് തന്നെ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവുക എന്തൊക്കെയാണ് റീവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ബാക്കിങ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പം ഒന്നൊരു മെൻറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഗൈഡ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതിൽ ആളുകൾക്ക് അപ്പുറത്തേക്ക് നമുക്കിന്ന് എല്ലാത്തിനും നമുക്ക് ഓൺലൈൻ റിസോഴ്സ് ഉണ്ട്. അപ്പോൾ അതിലെന്തൊക്കെയാണ് വേണ്ടത് വേണ്ടാത്തതെന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് പെർസ്പെക്റ്റീവ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ തന്നെ നോക്കിയിരുന്നുള്ളൂ. അതിലൊക്കെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ്, പിന്നെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ വേണ്ടത് എന്നുള്ള സ്ട്രക്ചേഴ്സ് ചെയ്യുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ SOP പോലെ തന്നെ ഇനിയിപ്പോൾ PhDക്കോ ഏത് ജോബിന് അപ്ലൈ ആണെങ്കിലും നമ്മുടെ CV ഇതൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത്, അപ്പോൾ നമ്മൾ ആദ്യം ഒരുപാട് സമയം ഇരുന്നിട്ടിരിക്കും നമ്മൾ CV ഉണ്ടാക്കുക. പക്ഷെ അതിൽ ഇങ്ങനെ റിന്യൂ ചെയ്ത് എഡിറ്റ് ചെയ്ത് വരികയാണെങ്കിൽ
ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ഒരു ബന്ധമില്ലാത്തൊരു സാധനമായിട്ട് അവസാനം മാറും. അതിങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ്. പിന്നെ ഓരോ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടും ഇതൊന്ന് റിഫൈൻ ചെയ്ത് എഴുതുമ്പോൾ അതും ഒരുപാട് ടൈം കൺസ്യൂമിംഗ് കാര്യങ്ങളൊക്കെ മടുപ്പ് തോന്നിയിട്ടുണ്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ. വയ്യ, മുന്നോട്ടേക്ക് വയ്യ എന്നുള്ളൊരു പോയിന്റ്. തീർച്ചയായിട്ടും. കാരണം ചിലപ്പോൾ ടാർഗറ്റ് ഒക്കെ വെക്കും, ഇന്ന് 10 ആപ്ലിക്കേഷൻ ചെയ്യണം. 10 ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ എടുത്ത് അപ്പോൾ അതിൻ്റെ ഒരു പ്രോസ്പെക്ടസ് ഉണ്ടാവും. ഒരു ജോബ് അല്ലെങ്കിൽ ഒരു PhD ആപ്ലിക്കേഷനിൽ ഇന്ന സ്കിൽസ്, ഇന്ന ടോപ്പിക്ക്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റേണ്ടതില്ലാത്തുള്ളൂ. എൻ്റെ ഡിഗ്രിയും ഇതൊന്നും മാറ്റേണ്ടതില്ല. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഓരോ ഡിഗ്രി നമ്മൾ പഠിച്ച സ്കിൽസ് എന്താണ്, ഇതൊക്കെ ഒരു ആപ്ലിക്കേഷൻ അനുസരിച്ച്, അഡ്വർടൈസ്മെന്റ് അനുസരിച്ച് നമ്മൾ മാറ്റും. അതിലെ കീവേഡ്സ് മാറ്റും, നമ്മുടെ എക്സ്പെർട്ടൈസ് മാറ്റും, അതിൻ്റെ ഓർഡർ മാറ്റും. അപ്പോൾ ടൈം കൺസ്യൂമിങ് ആണ്, ടയറിങ് ആണ്, നല്ല മടുപ്പുണ്ടാക്കുന്നതാണ്, ഒക്കെയാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ അതിന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു നാക്ക് കിട്ടും. പിന്നെ എളുപ്പമാണ് ചേഞ്ച് ചെയ്യൽ. ഓക്കെ, കാരണം നമ്മുടെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. പിന്നെ ഒരു അഡ്വർടൈസ്മെന്റ് നമുക്ക് അറിയാം നമ്മൾ എവിടെയൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത്. കുറച്ചും കൂടെ പക്ഷെ തുടക്കത്തിൽ അതൊരു മടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു മോട്ടിവേഷൻ എവിടെയെങ്കിലും കിട്ടണം. ഇത് ഡിമോട്ടിവേറ്റഡ് ആവുന്ന ടൈമിൽ എന്തെങ്കിലും ഇല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എത്ര ആപ്ലിക്കേഷൻ ചെയ്തു എന്നുള്ളത് നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട്സ് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ എൻ്റെ പാസ്റ്റിനെ കുറിച്ച് പറയുമ്പോഴും ഓക്കെ, കൗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരുപക്ഷെ സൗദി അറേബ്യയിലെ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ നല്ല പൊതുവെ ആളുകൾക്ക് ഇപ്പോൾ UK ഞാൻ പോരുമ്പോഴും സൗദിയിലേക്കാണ് പോകുന്നത് PhD ചെയ്യാൻ. അത് സംബന്ധിച്ച് അത്ഭുതമായിരുന്നു. കാരണം സൗദിയിൽ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി. പക്ഷെ അതേ സമയത്ത് റിസർച്ച് മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എത്ര റിനൗണ്ട് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് കിങ് ഓഫ് ദ യൂണിവേഴ്സിറ്റി എന്നുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ബോധ്യമുണ്ട്. ഇപ്പം എനിക്ക് തന്നെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, മലയാളികളായിട്ടും അല്ലെങ്കിൽ കാരണം സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിന്ന് കിട്ടുന്നത് IIT പഠിക്കുന്നവരും. കാരണം ഇപ്പോൾ കൗസ്റ്റിലുള്ള ഇന്ത്യൻസ് എടുത്ത് പോയി കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ IIT കഴിഞ്ഞ ആളുകളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടെ കുസാറ്റിൽ നിന്നൊക്കെ കുറച്ചും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ വരാൻ ആഗ്രഹിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് ബാക്കിൽ നമ്മൾ എത്ര ആപ്ലിക്കേഷൻ ചെയ്തു, അതിനെത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളതൊന്നും മാറ്റർ അല്ല. പിന്നെ മൂവിങ് ഫോർവേഡ് ഫ്രം ദ പ്രസന്റ്. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടിയുള്ള എഫേർട്ടൊന്നും, അപ്പോൾ കിട്ടുന്നവരെ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പം കമ്മിങ് ബാക്ക് ടു കൗസ്റ്റ്, എങ്ങനെയുണ്ട് കൗസ്റ്റിലെ ജീവിതം? PhD എങ്ങനെ പോകുന്നു? എന്തൊക്കെയാണ് കറന്റ് അപ്ഡേറ്റ്സ്? എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൗസ്റ്റ് സൗദി അറേബ്യയിലെ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫ്രെയിം ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് വളരെ മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള, വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള, പിന്നെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂ യൂണിവേഴ്സിറ്റിയാണ് കൗസ്റ്റ് എന്ന് പറഞ്ഞത്. പിന്നെ കുറേ റാങ്കിങ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അതൊരു യൂണിവേഴ്സിറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു റിസർച്ച് ഹബ്ബാണ്. ഒരുപാട് പിന്നെ ടോപ്പ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരുപാട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിസർച്ച് സെൻ്ററാണ്. ഫെസിലിറ്റികളുടെ കാര്യമായാലും ലാബുകളായി കഴിഞ്ഞാലും പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ലോകത്തിലെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാബുകളൊക്കെ ഉള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് കിങ് ഓഫ് ദ യൂണിവേഴ്സിറ്റി. അതിനൊക്കെ അപ്പുറത്തേക്ക് അവിടുത്തെ റിസർച്ചേഴ്സ് ഇപ്പോൾ നാച്ചറിൻ്റെ റാങ്കിങ്ങിൽ, അതുപോലെ QSൻ്റെ ഇപ്പോൾ റാങ്കിങ് കണ്ടത് മോസ്റ്റ് സൈറ്റേഷൻ പെർ ഫാക്കൽറ്റി എന്ന് പറയുന്ന റാങ്കിങ്ങിൽ വേൾഡിൽ ടോപ്പാണ്. അതുപോലെ ഈ 20 വർഷത്തിന് താഴെ, 16 വർഷമായിട്ടുള്ളൂ, 2009 മാത്രം എസ്റ്റാബ്ലിഷ് ചെയ്തൊരു യൂണിവേഴ്സിറ്റിയാണ്. 20 വർഷത്തിൽ താഴെ പഴക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും ടോപ്പാണ്, വേൾഡിൽ ഏറ്റവും ടോപ്പാണ് കൗസ്റ്റ് റിസർച്ച് റാങ്കിങ്ങിൽ. വളരെ അടുത്ത കാലത്ത് വന്നൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് കൂടി റിസർച്ചിൽ വളരെ ടോപ്പിലേക്ക് എത്താൻ ഒരു യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഇനി റിസർച്ച് ഫെസിലിറ്റീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു PhD സ്റ്റുഡൻറ്റിന് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് എക്സ്പെക്ട് ചെയ്യാൻ കഴിയാത്ത ഇപ്പോൾ അവിടുത്തെ ഫെസിലിറ്റി ആണെങ്കിലും, ഇപ്പോൾ നമുക്കവിടെ ഒരു ഹൈഫൈ ജീവിതമാണ്, എല്ലാ ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് പിന്നെ സ്വന്തമായിട്ടുള്ളൊരു വില്ല ഉണ്ട്, അതുപോലെ നല്ല സ്റ്റൈപ്പൻ ഉണ്ട്, നമുക്ക് അവിടെ എല്ലാ ഫെസിലിറ്റിയും ഫ്രീ ആണ്. ഹെൽത്ത് ആയി കഴിഞ്ഞാലും മീൻസ് പിന്നെ ഹോസ്പിറ്റലിലായി കഴിഞ്ഞാലും, ഇനി അവിടുത്തെ സ്പോർട്സ് ആക്ടിവിറ്റീസ് അങ്ങനത്തെ എല്ലാം, ബീച്ച് സൈഡ് ആയിട്ടുള്ളൊരു ക്യാമ്പസ്, ബീച്ച് സൈഡ് ആയിട്ടുള്ളൊരു വീട്, അങ്ങനെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഇതിലേക്കുള്ളൊരു ഇൻപുട്ട് ഉണ്ടാകാൻ കൂടിയിട്ടാണ്. അതിനുള്ളൊരു ഔട്ട്പുട്ട് സത്യത്തിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വർഷവും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് റിസർച്ച് ഔട്ട്പുട്ടുകൾ അവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ട്. കൗസ്റ്റിൻ്റെ വൺ ഓഫ് ദ ഹൈലൈറ്റ് ആണ് VSRP പ്രോഗ്രാം. അപ്പം മുസിൻക VSRP ചെയ്തിട്ടില്ല, പക്ഷേ ഒരുപാട് പേരിപ്പം കറൻ്റ്ലി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പം VSRPനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ നന്നാവും.
ഓക്കെ. VSRPയിൽ ഞാൻ എൻറോൾ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഡയറക്റ്റ് ആയിട്ടുള്ളതിനേക്കാളും പക്ഷെ ഒരുപാട് ആളുകളെ ഞാൻ കാണുന്നുണ്ട്. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് പിന്നെ PhDയിലേക്ക് ഉള്ളൊരു പാലം കൂടിയാണ് VSRP. ഒരു 4 to 6 months ഉള്ള ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം പോലെയാണ്. കൗസ്റ്റിൽ വന്നിട്ട് ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിൽ അസൈൻ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റുഡൻസുകൾ എല്ലാ ഫെസിലിറ്റിയും അതുപോലെ തന്നെ സ്റ്റൈപ്പൻറ്റും ഒക്കെ ഉള്ള ഒരു നല്ലൊരു പ്രോഗ്രാമാണ്. അപ്പോൾ $1000 പെർ മന്ത് ഒക്കെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് VSRP ഇൻറ്റേൺസിന് കിട്ടുന്നത്. പക്ഷേ എനിക്കറിയാവുന്ന ഒരുപാട് ആളുകൾ VSRP പ്രോഗ്രാമിന് വേണ്ടി കൗസിൽ വന്നതിന് ശേഷം ആ ഒരു 4 മാസത്തെ 6 മാസത്തെ വർക്കിൽ ആ സൂപ്പർവൈസർ ഇംപ്രസ്ഡ് ആണെങ്കിൽ അതൊരു PhDയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതേസമയം VSRP ചെയ്തതിന് ശേഷം മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് പോയപ്പോൾ എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് ഫായിസ് എന്ന് പറഞ്ഞിട്ട് IIT ഗോരഖ്പൂർ നിന്നാണ് വന്നു. VSRP പ്രോഗ്രാമിൽ വന്നിരുന്നു. ഞാനിപ്പോൾ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് വേണ്ടി അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് VSRP. എനിക്ക് PhD അപ്ലൈ ചെയ്തപ്പോൾ ജാനുവരിക്കാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഓഗസ്റ്റിലാണ്. അപ്പോൾ സെപ്റ്റംബർ ടു ജാനുവരി എന്ന് പറഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ റിമോട്ട് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കൂടിയിട്ട് അതിനൊപ്പം അപ്പോൾ അതൊരു VSRP പോലൊരു പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ ഞാൻ UK നിന്ന് വർക്ക് ചെയ്തത്. UK നിന്ന് റിമോട്ടായിട്ട് ആ ഒരു 4 മാസക്കാലം ഇതേ പാക്കേജോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കൂടി കിട്ടിയിരുന്നു. ഒരു ബ്രിഡ്ജിങ് ടു PhD പ്രോഗ്രാം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ PhD ഈസ് ഗോയിങ് വെൽ സോ ഫാർ സോ ഗുഡ്. വലിയ കുഴപ്പങ്ങളില്ല. പിന്നെ PhDതായിട്ടുള്ള എല്ലാ കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടാകും. അതൊരു അക്കാഡമിക് ലൈഫിൻ്റെ ഭാഗമാണ്. ചില സമയത്ത് നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ട് തോന്നും, ചിലപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നും, നമ്മളാണ് സൂപ്പർ എന്ന് തോന്നും. ഓക്കെ. ഇപ്പം ഗ്യാപ്പ് ഇയർ എടുക്കാൻ പേടിയുള്ള കുറേ ആൾക്കാരുണ്ട്. ഗ്യാപ്പ് ഇയർ എടുത്ത കഴിഞ്ഞാൽ ഒരു കരിയർ ബ്രേക്ക് ആയി പോവും, CV അത് കാണിക്കണം, ഗ്യാപ്പ് ഇയർ എന്തുകൊണ്ടാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം നമുക്ക് ഗ്യാപ്പ് ഇയർ എങ്ങനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? ഗ്യാപ്പ് ഇയർ നല്ലതാണ് എന്ന് പെട്ടെന്ന് ഞാൻ പറയില്ല. കാരണം എനിക്ക് ഗ്യാപ്പ് ഇയർ വന്നിരുന്നു. ഞാൻ ഒരിക്കലും ഗ്യാപ്പ് ഇയർ ഇഷ്ടപ്പെടുത്തിരുന്ന ഒരാളല്ല. പക്ഷെ എനിക്ക് സാഹചര്യം കൊണ്ടല്ല, എൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് ഗ്യാപ്പ് ഇയർ സംഭവിച്ചാണ്. പക്ഷേ നമുക്ക് ഇവിടെ ഉള്ളൊരു പെർസ്പെക്റ്റീവ് ആണത്. 3 വർഷം ഡിഗ്രി, ഉടനെ തന്നെ 2 വർഷം PG, ഉടനെ തന്നെ PhD. പക്ഷെ നമ്മൾ ഇപ്പോൾ അബ്രോഡ് എഡ്യൂക്കേഷൻ നമ്മൾ UK പോകുമ്പോൾ അവിടെ ഞാനിപ്പോൾ ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞ് പോകുമ്പോഴും കൂട്ടത്തിൽ യങ്ങറായിട്ടുള്ള ഒരാളാണ് ഞാൻ. വളരെ യങ്ങായിട്ടുള്ള ആളാണ്. കാരണം ഒരുപാട് കാലത്തെ വർക്കിന് ശേഷം, ജോബ് ചെയ്തതിന് ശേഷം PG ചെയ്യുക, പിന്നെ ഒരുപാട് വർഷത്തിന് ജോബിന് ശേഷം PhDയിലേക്ക് വരിക എന്നൊക്കെയുള്ളൊരു മോട്ടീവിൽ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. വളരെ കുറച്ച് പേര് മാത്രമാണ് കണ്ടിന്യൂഷനായിട്ട് PhDയിലേക്ക്, അത് അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് റിസർച്ച് ഫോക്കസ് ആയിട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിയറിലൊരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ, എഡ്യൂക്കേഷനിലൊരു ഗ്യാപ്പ് ഒരു പ്രശ്നമല്ല. പക്ഷേ കരിയറിൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞത് ഒരു പ്രശ്നം തന്നെ ആയിരിക്കും. കാരണം നമ്മൾ ആ ഒരു പിന്നെ നമ്മൾ ആ വേലിൽ നിന്ന് മാറി നിൽക്കുകയാണ്. നമുക്ക് തിരിച്ചതിലേക്ക് വരാനുള്ളൊരു ടൈം എടുക്കും എന്നുള്ളൊരു സംഗതിയാണ്. പക്ഷെ അതേ സമയത്ത് ആ ഒരു സമയം ഇന്റേൺഷിപ്പായിട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇനി റിസർച്ചിലേക്ക് ഏതൊരു മേഖലയിൽ പോവുകയാണെങ്കിലും, ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ ഡാറ്റ അനാലിസിസ്, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഇത്തരം ഗ്യാപ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇഷ്ടംപോലെ കോഴ്സുകൾ ഇപ്പോൾ ഉണ്ട്, അതുപോലെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ CV-യെ, നമ്മുടെ റിസർച്ച് എക്സ്പീരിയൻസിനൊക്കെ നമ്മൾ പിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരങ്ങളായിട്ട് ഈ ഒരു ഗ്യാപ്പിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഗ്യാപ്പ് മാത്രമല്ല, നമ്മൾ ഡിഗ്രിയോ PG-യോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും നമുക്ക് അതേ സമയത്ത് സൈമൾട്ടേനിയസ് ആയിട്ട് സമ്മർ ക്യാമ്പുകൾ അല്ലെങ്കിൽ ഇത്തരം ഓൺലൈൻ കോഴ്സുകളൊക്കെ ചെയ്ത് നമുക്ക് ഒരു CV-നെ അപ്ഗ്രേഡ് ചെയ്യാൻ ഇത് ഈ ഒരു ടൈം സഹായിക്കും. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ 3 ഇയർ കഴിയുന്നു, പിന്നെ ഒരു 2 ഇയറിന് ജോയിൻ ചെയ്യുന്നു, അത് കഴിഞ്ഞ പാടെ PhDക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളൊരു ഒന്നും ചെയ്യാത്ത പോലെ നമുക്ക് തന്നെ ഉള്ളിൽ നിന്നൊരു തോന്നൽ വരാൻ തുടങ്ങും. കാരണം നമ്മളൊരു മേജിലാണുള്ളത്. അപ്പം ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പം യൂറോപ്യൻ അല്ലെങ്കിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പം എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ യൂറോപ്പിലൊരു ഷോർട്ട് ടേം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മുടെ കോഹോട്ടിലുള്ളവരൊക്കെ ഭയങ്കര ഡൈവേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിൽ ഓസ്ട്രേലിയയിലുള്ള ഒരു സ്റ്റുഡൻ്റായിട്ട് അതുപോലെ നെതർലൻഡ്സിലുള്ള ഒരു സ്റ്റുഡൻ്റായിട്ട് നമ്മൾ ഒരു കോൺവെർസേഷൻ നടത്തിയപ്പം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം ഇവിടെ നമ്മൾ സ്റ്റാറ്റ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക്ക് നോട്ട്ബുക്ക് ഉണ്ട്, പക്ഷെ അവിടെ ഇല്ല. അവർ SPSS ആറൊക്കെയാണ് പഠിക്കുന്നത്. അത്രയും പ്രാക്ടിക്കൽ ലെവലിലാണ് അവർ കോഴ്സസ് ഡീൽ ചെയ്യുന്നത്. അപ്പം ഇവിടെ നിന്ന് പോകുമ്പോഴുള്ള അതിലേക്കൊരു അഡാപ്റ്റേഷൻ ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ എന്തെങ്കിലും ചലഞ്ചസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്പാരിസൺ ഒക്കെ പറയാം.
തീർച്ചയായിട്ടും അത് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പിന്നെ യു കെയിലെ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഇയർ ആണ്. 1 ഇയറിലാണ് 2 ഇയറിൻ്റെ ഒരു കോഴ്സ് കംപ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോയി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വളരെ ക്വിക്കായിട്ടുള്ള നമുക്കൊന്നും ഇരിക്കാനുള്ള സമയമില്ല. അപ്പോഴേക്കും നമുക്ക് ഓടേണ്ടി വരുന്നൊരു സന്ദർഭമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നാട്ടിലെ പിന്നെ ഡിഗ്രി കഴിഞ്ഞ് ഇത്രയും വലിയ ഗ്യാപ്പ് കഴിഞ്ഞ് ആ സമയത്ത് പ്രത്യേകിച്ച് അക്കാഡമിക് ആയിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് മാസ്റ്റേഴ്സ് തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ എനിക്ക് അതൊരു സ്ട്രഗ്ലിങ് ടൈം ആയിരുന്നു ഫസ്റ്റ്. അത് 3 സെമസ്റ്റർ ആയിട്ടാണ് പിന്നെ കോഴ്സ് ഉള്ളത്, 3 ടേമായിട്ട്. അതിൽ ഫസ്റ്റ് ടൈം ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതിൽ വീണ്ടും 2 സബ്ജക്റ്റിൽ 2 സബ്ജക്റ്റിൽ ഞാൻ വളരെ ബാക്കിൽ പോയിരുന്നു. പക്ഷേ 2ാമത്തെ സെമസ്റ്ററിൽ കുറച്ചും കൂടെ പിന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. 3ാം സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫുൾ ഡിസർട്ടേഷനാണ്, റിസർച്ചാണ്. അതിൽ ഡിസ്റ്റിങ്ഷനിലേക്ക് എത്താനും കഴിഞ്ഞു. അപ്പോൾ അതൊരു അപ്ഗ്രേഡ് ആയിരുന്നു സത്യത്തിൽ. നമ്മൾ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രാക്ടിക്കലാണ്. അതാണ് പ്രധാനപ്പെട്ട സംഗതി. ഇപ്പം ഞാൻ നാട്ടിൽ BSc ഫിസിക്സ് എടുക്കുന്നത് ഫിസിക്സിനോട് അത്രയും താല്പര്യമായിട്ട് തന്നെയാണ്. നമ്മൾ കുറച്ചുകൂടെ എക്സ്ട്രാ റീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ബുക്കുകളൊക്കെ വായിച്ച് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് അപ്പോൾ ഫിസിക്സ് തന്നെ എടുക്കണം അങ്ങനൊരു താല്പര്യത്തിലാണ് BSc ഫിസിക്സിലേക്ക് പോകുന്നത്. പക്ഷേ കുറച്ചും കൂടെ അത്ര ഒരു പ്രാക്ടിക്കൽ സെൻസിൽ നമുക്കതൊട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല കോഴ്സ്. അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചത്. ഇനി അബ്രോഡ് പോകണമെങ്കിൽ മാത്രമേ ഞാൻ സയൻസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണുള്ളൂ എന്നുള്ള തീരുമാനത്തിലേക്ക് പോലും എത്തുന്നത്. പക്ഷെ അതേ സമയത്ത് റെഡിങ്ങിലെ അപ്ലൈഡ് മെറ്റീരിയോളജി കോഴ്സ് വളരെ ത്രില്ലിംഗ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ പല പിന്നെ പ്രാക്ടിക്കൽ കോഴ്സുകൾ, ഫോർ എക്സാമ്പിൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊഡ്യൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞത്, കോഴ്സ് വർക്ക് എന്ന് പറഞ്ഞത് തന്നെ നമ്മളൊരു ആഫ്രിക്കയിലൊരു കൺട്രി, ഒരു ഇമേജിനറി കൺട്രി, അത് നമ്മൾ അനലൈസ് ചെയ്ത് അവിടുത്തെ ഡാറ്റ ഉപയോഗിച്ച് ഫോർകാസ്റ്റ് തന്നെ ഉണ്ടാക്കുക എന്നുള്ള സംഗതിയായിരുന്നു. നമ്മൾ വർക്ക് ചെയ്യാണ്. ഓക്കെ. പക്ഷെ ഇവിടുത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി തിയറി പഠിച്ച് അത് ബൈ ഹാർട്ട് ചെയ്യുക, നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് അപ്പോൾ അത് വലിയൊരു ചേഞ്ചാണ്. നമ്മൾ കുറച്ചും കൂടെ അത് നേരെ നമ്മൾ ഒരു ഇൻഫർമേഷൻ പഠിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നേരെ അത് പകർത്തി അത് അപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടുത്തെ ഒരു സിസ്റ്റം, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സംഗതിയാണ്. തീർച്ചയായിട്ടും എൻജോയബിൾ ആണ്. അത് കുറച്ചും കൂടെ എൻജോയബിൾ ആണെന്ന് മാത്രമല്ല കുറച്ചും കൂടെ പിന്നെ ഫ്രൂട്ട്ഫുള്ളാണ്. അത് കുറച്ചുകൂടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ പേര് ഇപ്പം അവരുടെ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhDക്ക് വേണ്ടിയിട്ടുള്ള ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനടക്കമുള്ള ആസ്പിരൻസിന് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മടുത്തുപോയി കുറേ അപ്ലിക്കേഷൻ ചെയ്തിട്ട്. അപ്പം അങ്ങനെയുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആസ്പിരൻസിൻ്റെ അടുത്ത് എന്താ പറയാനുള്ളത്? പറയാനുള്ളത് ഇതാണ്, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നമുക്കുള്ള ഒരു പാത്ത് അത് തുറന്നെടുപ്പുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് റിജക്ഷൻസ് നമുക്ക് തീർച്ചയായിട്ടും അപ്ലിക്കേഷൻസിൽ വരാനുണ്ട്. അത് ലൈഫ് അങ്ങനെ തന്നെയാണ്. ലൈഫിൽ ഒരുപാട് റിജക്ഷൻസ് നമുക്ക് വരാനുണ്ടായിരിക്കും. അതിൽ പിന്നെ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു സംഗതിയിലേക്ക് നമ്മൾ എത്താനുള്ളൊരു മാർഗം മാത്രമാണത്, ആ തടസ്സങ്ങളൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു പാത്തിൽ നോക്കുകയാണെങ്കിൽ ഡിഗ്രിയിൽ വന്ന ഫെയിലിയേഴ്സൊക്കെ എന്തായിരുന്നു, പിന്നീട് മാസ്റ്റേഴ്സ് അങ്ങോട്ട് എത്താനുള്ളൊരു മാർഗം മാത്രമായിരുന്നു. ഒരുപക്ഷെ അത്ര ഒരു ഗ്യാപ്പ് വന്നില്ലെങ്കിൽ ഞാൻ ഒരുപക്ഷെ യൂണിവേഴ്സിറ്റി ഓഫ് റെഡിങ്ങിനെ കുറിച്ച് ആലോചിക്കായിരുന്നില്ല എന്നുള്ള സംഗതി. അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് റെഡിങ് കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ PhD അപ്ലിക്കേഷൻ തന്നെ ആക്സെപ്റ്റഡ് ആവുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൗസിലേക്കല്ല എത്താം, അതിനേക്കാൾ മോശപ്പെട്ടൊരു യൂണിവേഴ്സിറ്റിയിലേക്കായിരിക്കാം മേ ബി. ഓക്കെ. അപ്പോൾ റിജക്ഷൻസൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള അതിലേക്ക് എത്താനുള്ള ഒരു സംഗതി മാത്രമാണ്. പ്രധാനപ്പെട്ട സംഗതി, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ചുറ്റും ഉണ്ട്. നമ്മൾ അറിയാതെ പോകുന്നതുണ്ട്, നമ്മൾ അപ്രോച്ച് ചെയ്യാൻ മടിക്കുന്നുണ്ട്, നമ്മൾ മുട്ടാൻ മടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി അപ്ലൈ ചെയ്യുക. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു പ്രിപ്പയർഡ് ആയിക്കൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ പൊട്ടൻഷ്യലും ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു സ്ഥലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു സംഗതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ആ ഡോറിൽ മുട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇപ്പം റീച്ച് ഔട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഏത് അപ്ലിക്കേഷൻ ആയിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും നമ്മൾ ഒരു പെർസ്പെക്റ്റീവ് നമ്മളുടെ ഭാഗത്തു നിന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് അപ്ലൈ ചെയ്യപ്പെടുന്ന ഒരാളുണ്ടല്ലോ, അത് ആരാണ് നമ്മുടെ CV വായിക്കുന്നത്, നമ്മുടെ അപ്ലിക്കേഷൻ വായിക്കുന്നത്, ആളുടെ ഒരു മെൻ്റൽ സ്റ്റേജിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ ഏറ്റവും ഇമ്പ്രസ് ചെയ്യാനുള്ള രൂപത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസിൽ ഒന്ന് മാത്രമായിരിക്കും നമ്മുടേത്. 200 അപ്ലിക്കേഷൻ ഉണ്ടായിരിക്കാം. അവരെല്ലാം അതിൽ കൂട്ടത്തിലൊന്ന് മാത്രമായി പോവാതെ എന്താണ് യൂണീക്കായിട്ട് എനിക്ക് കൊടുക്കാനുള്ളത്, അവർക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഓരോ ജോബ് അല്ലെങ്കിൽ ജോബ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ PhD അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോഴും അതിൽ ഇന്ന സ്കില്ലാണ് വേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരിക്കും.
അതുപോലെ തന്നെ സൂപ്പർവൈസറുടെ അടുത്താണ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഫസറുടെ അവസാനത്തെ പേപ്പേഴ്സ് എന്താണ്, ആ പേപ്പറിൽ ഇന്ന സാധനം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പ്രൊഫസർക്ക് ഒരു ഇംപ്രഷൻ കിട്ടും. നമ്മൾ തീർച്ചയായിട്ടും ഈ സീരിയസ് അബൌട്ട് ഇറ്റ്. വെറുതെ ഒരു അപ്ലിക്കേഷൻ അല്ല, ആൾക്ക് തീർച്ചയായിട്ടും വേണ്ടൊരു സംഗതിയാണ്, ആളിതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് എന്നുള്ളൊരു തോന്നൽ. ആ തോന്നൽ ഉണ്ടാക്കൽ വളരെ പ്രധാനമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ആപ്ലിക്കേഷനും കസ്റ്റമൈസ് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യാതെ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതി. നമ്മൾ എന്താണെന്നുള്ളത് അവർക്ക് കൺവേ ആവണം. തീർച്ചയായിട്ടും. ഓക്കെ, സോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സോ കൺക്ലൂഡിങ് വിത്ത് എ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ, മുഹസിൻ ഗഫൂറിൻ്റെ ഹോൾ അക്കാദമിക് ലൈഫ് ഒരു റിസർച്ച് പേപ്പറാണ് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പേപ്പർ ആണെങ്കിൽ അതിൻ്റെ അബ്സ്ട്രാക്ട് എന്തായിരിക്കും? ഹോൾ ലൈഫ് എന്നൊക്കെ പറയാൻ എൻ്റെ അക്കാഡമിക് ലൈഫ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ തുടങ്ങുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് സ്കൂൾ ഡേയ്സ് തൊട്ടേ അക്കാഡമിക് ലൈഫ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പൊതുവേ പറയുന്നത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് PG അല്ലെങ്കിൽ PhD ഒക്കെ ആണെങ്കിലും നമ്മൾ സ്കൂളിൽ മുതലേ നമ്മളുടെ ഒരു വഴി നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു ജേർണലിസ്റ്റ് അവിടെ നിന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹ്യൂമാനിറ്റീസിനാണ് പോയി ചേരുന്നത്. ഞാൻ അഡ്മിഷൻ എടുത്തിരുന്നു മധ്യലകത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ. നല്ലൊരു കോമ്പോ ആയിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ ഏകജാലം പ്രോസസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് 4 സബ്ജക്റ്റ് ഇങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറഞ്ഞ പോലെ ജേർണലിസം, പിന്നെന്താണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞൊരു കോമ്പോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് സയൻസിലുള്ളൊരു ഇൻട്രസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സയൻസ് എടുക്കാം, എന്നിട്ട് എനിക്ക് അത്തരം സോഷ്യൽ സർവീസ് അങ്ങനത്തെ ജോബിലേക്കൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ സയൻസിലേക്ക് മാറി. പിന്നെ ആ ഒരു സമയത്ത് +1 ഫിസിക്സൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കൂട്ടിയൊരു സംഗതിയാണ് ഫിസിക്സിലുള്ളത്. അങ്ങനെ ഡിഗ്രി BSc ഫിസിക്സ് എടുക്കാൻ തീരുമാനിക്കുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ചില പുസ്തകങ്ങൾ വായിച്ചത്, ഒരു ട്രെയിൻ യാത്രക്കിടയിൽ വാങ്ങിയൊരു പുസ്തകം, അതൊക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഈ BSc ഫിസിക്സ് കഴിയുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ ബാക്ക് പേപ്പേഴ്സാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറേ ഡെറിവേഷൻ, എന്തൊക്കെയായാലും കുറേ ഡെറിവേഷനൊക്കെ കാണേണ്ട പഠിച്ച് എഴുതണം, കുറേ തിയറി, എക്സാം ഇങ്ങനെയാണ്. നമ്മൾക്ക് അക്കാഡമിക്കലി എനിക്ക് ഇനി ഫിസിക്സ് ഒരു ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ വായിച്ചൊക്കെ പോവാം എന്ന് തീരുമാനിച്ച് ഞാൻ വീണ്ടും MSW സോഷ്യൽ വർക്കിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ മുംബൈ ടിസിൽ എക്സാം എഴുതി, അതുപോലെ അസിം പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ എക്സാം എഴുതി, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ MSW എക്സാം എഴുതി. ഇതൊക്കെ പാസ്സായിരിക്കുമ്പോൾ വീണ്ടും ഡിഗ്രി റിസൾട്ട് വന്ന് സപ്ലി. അപ്പോൾ ആ സപ്ലി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിലേതെങ്കിലും ഒന്നില്ല സോഷ്യൽ വർക്കിലോ ഒക്കെ ആയിട്ട് ഞാൻ അഡ്മിഷൻ എടുക്കുമായിരുന്നു. അത് മോശം എന്നല്ല പറയുന്നത്, പക്ഷെ എൻ്റെ വഴി അതായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് അവിടെ സപ്ലി വന്നത്. വീണ്ടും അത് റിജക്റ്റായി. ആ ഒരു സമയത്താണ് വീണ്ടും ഞാൻ അബ്രോഡ് പോകാൻ ആലോചിക്കണം. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു കണ്ടിന്യൂഷനാണ്. നമുക്ക് ഇടയിൽ വന്ന ഓരോ ഡ്രോബാക്സ്, നമുക്ക് വന്ന ഓരോ റിജക്ഷനൊക്കെ ഒരു കയറ് പടച്ചവൻ കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് ന്യൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് ഇതാണ്. ഇതുവരെ വളരെ വളരെ യുണീക്കായിട്ടുള്ളൊരു വഴി എന്ന് എനിക്ക് തോന്നുന്ന ഒരു അക്കാഡമിക് ലൈഫാണ് ഇതുവരെ ഉള്ളത്. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, അതും ഒരു പക്ഷെ വളഞ്ഞായിരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ വഴികളും വളരെ വ്യത്യസ്തമായിരിക്കും, യുണീക്കായിരിക്കും. അവർക്കുള്ള വഴികൾ അവർ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം കൺക്ലൂഷൻ പാർട്ട് എഴുതാത്തൊരു അബ്സ്ട്രാക്ട് ആണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അബ്സ്ട്രാക്ട് ആണ്. അപ്പൊ അബ്സ്ട്രാക്ട് ഇത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയ സ്ഥിതിക്ക് ആ ഫുൾ പേപ്പറും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ അത് നമുക്ക് ഈ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടട്ടെ. അപ്പോൾ ഒരുപാട് ഇപ്പം ഹയർ ആയിട്ടുള്ളത് നമുക്ക് എന്തായാലും വരും. അപ്പോൾ ഓൺ എ പോസിറ്റീവ് നോട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് മുസിൻക ഇവിടെ വന്നതിന്. ദിസ് വാസ് ദ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റലി. സോ ഞാനും നെർവസാണ്, എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് കൺവേഴ്സ് ചെയ്തത്. സോ താങ്ക് യു സോ മച്ച്. ഇതുപോലെ ഒരുപാട് സ്കോളേഴ്സിന് ഇവിടെ വന്നിരിക്കാൻ പറ്റട്ടെ. നമുക്ക് ഒരുപാട് പ്രമുഖരായിട്ടുള്ള സ്കോളേഴ്സ് ഇനിയും വരട്ടെ. നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് സക്സസ്ഫുൾ ആയി തീരട്ടെ. അപ്പോൾ സക്സസ്ഫുൾ ആകുമ്പോൾ നമുക്ക് പറയാം മുസിൻക വാസ് അവർ ഫസ്റ്റ് ഗസ്റ്റ്. താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ ദി ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഒരുപാട് വലിയ സ്കോളേഴ്സിന് മുമ്പായിട്ട് അല്ലേ ചെറിയൊരു സ്കോളർ. ഓക്കെ, താങ്ക് യു.